Hey, shaka guys, this is Zego vlogs. നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു കിടിലൻ ട്രിക്ക് ആയിട്ടാണ്. അപ്പോൾ നമ്മുടെ ആൻഡ്രോയിഡ് ഡിവൈസിൽ എങ്ങനെ നമുക്ക് നമ്മുടെ ക്യാമറ ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ ടോപ്പിക്. അപ്പോൾ നമ്മുടെ ലെൻസ് ഒന്നും മാറ്റി വെക്കാതെ തന്നെ നമ്മുടെ ഫോട്ടോ ക്വാളിറ്റി ഇൻക്രീസ് ആവുമോ എന്നുള്ള ഒരു ഡൗട്ട് ഉണ്ടാവും. അപ്പൊ നമ്മുടെ ലെൻസ് മാത്രം നല്ലപോലെ വർക്ക് ചെയ്താൽ മാത്രം പോരാ, നമ്മുടെ പ്രൊസസ്സറും കൂടി അതിന്റെ ഒപ്പം നല്ലപോലെ വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് നല്ല ഫോട്ടോസ് കിട്ടുള്ളൂ. അതായത് നമ്മുടെ ഫോട്ടോസ് ഒക്കെ ക്യാപ്ചർ ചെയ്തിട്ട് നല്ല രീതിയിൽ പ്രോസസ് ചെയ്ത് കിട്ടിയാൽ മാത്രമേ നമുക്ക് നല്ല ഫോട്ടോസ് കിട്ടുള്ളൂ. അതുകൊണ്ടാണ് വെറും 12 മെഗാ പിക്സലുള്ള ഐഫോൺ ആയാലും അതേപോലെ ഗൂഗിളിന്റെ പിക്സൽ ഫോണുകളായാലും നമ്മുടെ 48 മെഗാ പിക്സലിനെക്കാട്ടും അതേപോലെ 64 മെഗാ പിക്സൽ ഫോണുകളെക്കാട്ടും നല്ല ക്വാളിറ്റി അതിൽ കിട്ടാനുള്ള കാരണം ഇതാണ്. അപ്പൊ എല്ലാവരും വീഡിയോ അവസാനം വരെ കണ്ടിട്ട് വീഡിയോ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായം സജഷൻസ് ഒക്കെ താഴെ കമന്റ് ആയിട്ട് അറിയിക്കുക. അതേപോലെ നിങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി ഓൾ എന്നുള്ളതിലേക്ക് എനേബിൾ ചെയ്തിടുകയാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. സോ ലെറ്റ്സ് അപ്പൊ നമ്മുടെ ഗൂഗിൾ ഇറക്കിയിട്ടുള്ള ഒരു ക്യാമറ ആപ്ലിക്കേഷനാണ് നമ്മുടെ ഗൂഗിൾ ക്യാമറ എന്നുള്ളത്. അപ്പോൾ അവരുടേതായിട്ടുള്ള ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിലുള്ള ഫോട്ടോസ് കിട്ടും, നല്ല രീതിയിൽ നമുക്ക് പിക്സ് ഒക്കെ പ്രോസസ് ചെയ്തിട്ട് കിട്ടും. നമുക്ക് എല്ലാ ഫോണിലും നമ്മുടെ ഗൂഗിൾ ക്യാമറ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ അല്ല, നമ്മുടെ ഗൂഗിളിന്റെ പിക്സൽ ഫോണുകളിൽ മാത്രമാണ് നമുക്ക് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പൊ നമ്മൾ ഇതിന്റെ മോഡ് ആപ്ലിക്കേഷൻ, അതായത് ഇതിന്റെ പോർട്ട് ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷൻ നമുക്ക് ഓരോ ഫോണിനും ഓരോ വേർഷൻസ് ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ നമ്മൾ അത് ഇൻസ്റ്റാൾ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാന്നുള്ളത് നോക്കാം. നമ്മൾ മെയിൻ ആയിട്ട് 2 വേസിലൂടെ ഇത് ഇൻസ്റ്റാൾ ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള വേ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഗൂഗിൾ ക്യാമറ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ മൊബൈലിന് ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള ഗൂഗിൾ ക്യാമറ കിട്ടാനായിട്ട് നമ്മൾ gcam എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യാണ്. ഇപ്പോൾ നമ്മുടെ gcam എന്ന് പറഞ്ഞിട്ടുള്ള ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. വെറും 11 MB വരുന്നുള്ളൂ. നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്യാം. ഫുള്ള് സിമ്പിൾ പരിപാടിയാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഓക്കെ കൊടുക്കാം. ചെക്കിങ് ക്യാമറ ടു API സ്റ്റാറ്റസ് എന്നുണ്ട്. അപ്പോൾ ക്യാമറ ടു API സ്റ്റാറ്റസ് എനേബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ ഈ ആപ്ലിക്കേഷനിൽ അല്ലെങ്കിൽ നമ്മുടെ രണ്ടാമത്തെ വേയിലൂടെ നിങ്ങൾക്ക് എന്തായാലും നിങ്ങളുടെ സ്റ്റേബിൾ ആയിട്ടുള്ള gcam നിങ്ങൾക്ക് കിട്ടും. ഡിസേബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോഴേ കിട്ടുള്ളൂ. എന്തായാലും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും നമ്മൾ നെക്സ്റ്റ് ഓപ്ഷനിലേക്ക് പോവുക. യുവർ gcam എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനിലേക്ക് പോവുക. അവിടെ നമ്മുടെ ഡിവൈസ് ഏതാണെന്ന് ഡിറ്റക്ട് ചെയ്തിട്ട് നമുക്കുള്ള gcam നമുക്ക് കാണിച്ചു തരും. നമ്മളിത് ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യുന്ന കൊടുക്കുക. അപ്പോൾ എലോ ഒന്ന് കൊടുക്കുക. എന്തെങ്കിലും ഒരു ആഡ് വരുമോ ജസ്റ്റ് ക്ലോസ് ചെയ്യുക. അപ്പോൾ നമ്മുടെ gcam നമുക്ക് ഇൻസ്റ്റാൾ ആയിട്ട് കിട്ടും. നമ്മൾ ഡൗൺലോഡ് ആയതിന് ശേഷം നമ്മൾ സാധാ ഇൻസ്റ്റാൾ ചെയ്യുന്ന പോലെ തന്നെ ഇൻസ്റ്റാൾ ചെയ്യുക. ഇപ്പോൾ നമ്മുടെ gcam ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ പോക്കോ X2ലാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മളോട് കുറച്ച് പെർമിഷൻസും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളൊക്കെ ജസ്റ്റ് എലോ ഒന്ന് കൊടുക്കാം. നമ്മുടെ ചില ഫോണുകൾക്കൊക്കെ ഒരു കോൺഫിഗ് ഫയൽ നമ്മുടെ ആപ്ലിക്കേഷൻ്റെ ഒപ്പം ഡൗൺലോഡ് ആവും. അപ്പോൾ ഇത് വേണമെങ്കിൽ ചെയ്താൽ മതി. ചെയ്ത് കഴിഞ്ഞാൽ ബെറ്റർ എക്സ്പീരിയൻസ് നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ചെയ്യേണ്ടത് പറഞ്ഞാൽ നമ്മൾ ഫയൽ മാനേജറിൽ കയറിയിട്ട് നമ്മൾ ഒരു gcam എന്ന് പറഞ്ഞിട്ട് ഒരു ഫോൾഡർ ഉണ്ടാക്കുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കോൺഫിഗ് ഫയൽ എന്ന് പറഞ്ഞിട്ട് കോൺഫിഗ് 7 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോൾഡറും കൂടി ഉണ്ടാക്കുക. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഡൗൺലോഡ് ലിസ്റ്റിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഒരു .xml ഫയൽ എടുക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മളത് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്തിട്ട് നമ്മുടെ കോൺഫിഗ് 7 എന്നുള്ള ഫോൾഡറിൽ നമ്മൾ ജസ്റ്റ് പേസ്റ്റ് ചെയ്യുക. ഇനി നമ്മുടെ gcam എടുത്തിട്ട് നമ്മുടെ അടിയിലായിട്ടുള്ള ബ്ലാക്ക് ഏരിയയിൽ ജസ്റ്റ് ഡബിൾ ടാപ്പ് ചെയ്യാം. ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലത്തെ ഒരു ഓപ്ഷൻ വരും. എന്നിട്ട് നമ്മൾ XML ഫയൽ സെലക്ട് ചെയ്തതിന് ശേഷം റീസ്റ്റോർ എന്ന് കൊടുക്കുക. അങ്ങനെ റീസ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ കോൺഫിഗ് ഫയലിലുള്ള എല്ലാ സെറ്റിങ്സും നമ്മുടെ gcamൽ വരും. ഇനിയുള്ളത് ഓപ്ഷനിലാണ്. ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകൂടിയും ക്വാളിറ്റി കിട്ടും. അപ്പോൾ നമ്മൾ അതിനായിട്ട് ജസ്റ്റ് സെറ്റിങ്സ് ഓപ്പൺ ചെയ്യാം. സെറ്റിങ്സിൽ അഡ്വാൻസ്ഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തതിന് ശേഷം അഡ്വാൻസ്ഡ് എന്നുള്ള ഓപ്ഷനിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ HDR+ കൺട്രോൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ കാണും. അത് ഓഫായിട്ടാണ് കിടക്കുന്നുണ്ടെങ്കിൽ ഓൺ ആക്കുക. അതേപോലെ നമ്മുടെ ലിപ് പാച്ചർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അത് ഓഫാണെങ്കിൽ അത് ഓൺ ആക്കിയിടുക. പിന്നെ പിക്സൽ ഓട്ടോ വൈറ്റ് ബാലൻസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അത് ജസ്റ്റ് പിക്സൽ 3 എന്നുള്ളതിലേക്ക് ആക്കിയിടുക. പിന്നെ നിങ്ങൾ എഡിറ്റിംഗ് ഒക്കെ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് റോ ഫൂട്ടേജ് എടുക്കാനുള്ള ഒരു ഓപ്ഷൻ കൂടി ഇതിലുണ്ട്. പിന്നെ സേവ് സെൽഫി ആസ് പ്രിവ്യൂഡ് എന്നുള്ള ഓപ്ഷൻ ഓഫായിട്ടാണ് എടുക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്യുക. ഇനി ബാക്കിയുള്ള ഓപ്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടത്തിന് ആവശ്യത്തിനൊക്കെ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് മാറ്റിയിട്ട് യൂസ് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ gcamൻ്റെ ഫുൾ സെറ്റപ്പ് ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ വേയിലൂടെ നമുക്ക് എങ്ങനെ gcam ഇൻസ്റ്റാൾ ചെയ്യാം എന്നുള്ളതൊക്കെ നോക്കാം. അപ്പോൾ രണ്ടാമത്തെ വേയിലൂടെ ചെയ്യാനായിട്ട് ജസ്റ്റ് നമ്മൾ ക്രോമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്തതിന് ശേഷം gcam for നമുക്ക് ഏത് ഫോണിനാണോ വേണ്ടത് ആ ഫോണിൻ്റെ പേരടിക്കുക. അപ്പോൾ ഞാനിപ്പോൾ സാംസങ് A51 വേണ്ടിയിട്ടാണ്. അപ്പോൾ gcam for സാംസങ് A50 എന്ന് അടിക്കുക.
ശരിക്കും പറയുകയാണെങ്കിൽ സാംസങ് A51 ക്യാമറ ടു API ഓപ്ഷൻ എനേബിൾ അല്ല, എങ്കിലും ഞാൻ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുകയാണ്. ഇപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പല വെബ്സൈറ്റിൽ നിന്നും ഫേക്ക് ആപ്ലിക്കേഷൻ കിട്ടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ XDA ഫോറംസ് അല്ലെങ്കിൽ XDA ഡെവലപ്പേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള XDAയുടെ വെബ്സൈറ്റിൽ നിന്ന് മാത്രം ഡൗൺലോഡ് ചെയ്യുക. അതിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ പോർട്ടിൻ്റെ ആപ്ലിക്കേഷൻ കിട്ടും, അതായത് ഒറിജിനൽ gcamൻ്റെ പോർട്ട് ആപ്ലിക്കേഷൻ കിട്ടും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുക. നമ്മൾ ഈ ചാനലിൽ ടെക്, ട്രാവൽ, വ്ലോഗ് അങ്ങനത്തെ പരിപാടികളൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തെ കണ്ടന്റ്സ് ഇഷ്ടമാവുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കും കൂടി ഓൾ എന്നുള്ളതിലേക്ക് എനേബിൾ ചെയ്തിടുകയാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും. സോ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.